ദാനമായിട്ട് നമുക്ക് തന്ന ജീവിതത്തെ ഓർത്ത് നന്ദി പറയുമ്പോൾ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ദാനമായി തന്ന ദൈവത്തെ ഓർത്ത്, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന നിയോഗമായിട്ട് ജോലിഭാരവും ജീവിതഭാരവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കള്, യശയ്യാപ്രവാചന പുസ്തകം 41 അധ്യായത്തിൽ 18 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പാഴ്മലകളും നദികളും താഴ്വരകളുടെ മധ്യ ഉറവുകളും ഞാൻ ഉണ്ടാക്കും, മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്ത് നീരുറവയുമാക്കും. ദൈവമേ, പകൽ മേഘസ്തംഭമായിട്ട് രാത്രിയിൽ അഗ്നിത്തൂണായിട്ട് ഇസ്രായേൽ മക്കളെ നയിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതഭാരം, ജോലിഭാരം അല്ലെങ്കിൽ ജോലിയില്ലാത്ത അവസ്ഥകള് കർത്താവെ നീ കടന്നു വരണം. ഞങ്ങൾ കടന്നു പോകുന്ന വഴികൾ ദുർഘടമാണ്. പക്ഷേ പാഴ്മലകളിൽ നദികൾ ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ, താഴ്വരകളുടെ മധ്യ ഉറവുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ, മരുഭൂമിയെ ജലാശയമാക്കി വരണ്ട പ്രദേശത്തെ നീരുറവയാക്കി മാറ്റാൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് 78 സങ്കീർത്തനം 15-16 നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് മരുഭൂമിയിൽ പാറ പിളർന്നവനാണ്, അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്ന് സമൃദ്ധമായ ജലം നൽകിയവനാണ്, പാറയിൽ നിന്ന് നീർച്ചാലൊഴുക്കി ജലം നദി പോലെ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു. ദൈവമക്കളെ, ദുർഘടമായിരിക്കാം, പ്രതിസന്ധികൾ നിറഞ്ഞതായിരിക്കാം, പക്ഷെ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ തനിയെ വിടുന്നവനല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ മുന്നിൽ വഴികൾ തുറന്നു തന്ന് ജീവിത പ്രശ്നങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവൻ, അവയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നയിക്കാൻ അനുവദിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ നമുക്ക് കൊടുക്കാം. തൃത്തൈ കൂട്ടായ്മയുടെ തിരുക്കുടുംബത്തിന്റെ വലിയ സംരക്ഷണം, പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യത്തിന്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നല്ല ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.